ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. പണ്ട് ഒരു രാജാവ് ഇവിടെ ഉണ്ടായിരുന്നു. ആള് കിടിലമാണ്. അങ്ങേരാണ് ഈ കോട്ടയും മറ്റതും മറിച്ചതും ഒക്കെ ഇവിടെ ഉണ്ടാക്കിയത്. അങ്ങേരിങ്ങനെ വാഴനാടിച്ച് പൊളിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടിപ്പു സുൽത്താൻ ഒരു 5-6 കപ്പലിൽ നമ്മളെ വിഴിഞ്ഞത്തോട്ട് വന്നുകൊണ്ടിരിക്കണതായിട്ട് അറിവ് കിട്ടി. കുട്ടമ്പിള്ള എന്ന് പറഞ്ഞ ഒരാളാണ് രാജാവിൻ്റെ മൈശേട്ട്. ഉടനെ മഹാരാജാവ് മന്ത്രിയെ വിളിച്ചു പറഞ്ഞു, കുട്ടമ്പിള്ളയെ വിളിക്കൂ, കുട്ടമ്പിള്ളയെ സൈന്യം കടലിൽ നിന്ന് വരികയാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കുട്ടമ്പിള്ള പറഞ്ഞു, ശരി, ഞാൻ സൈന്യാധിപനുമായിട്ട് അവിടെ പോയി നോക്കാം തിരുമനസ്സേ എന്ന് പറഞ്ഞ് നേരെ ഈ 2 കാപറക്കികളും കൂടെ വിഴിഞ്ഞത്ത് പോയി. കൂടെ പട്ടാളമുണ്ട്. അവിടെ ചെന്ന് നോക്കിയിട്ട് തിരിച്ച് മഹാരാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, തിരുമനസ്സേ, ഞങ്ങൾക്കൊരു 30 മത്സ്യത്തൊഴിലാളികളെ വേണം. എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ കുട്ടമ്പിള്ളേ. അങ്ങനെ ഒരു 30 മുക്കോമാരെ വിളിച്ചു തുണിയെല്ലാം അഴിച്ചു മാറ്റാൻ പറഞ്ഞു. സൈന്യാധിപൻ്റെ കൽപ്പനയില്ലേ, അവൻ്റെ അടുത്ത് വല്ലതും കണ്ണാ പറഞ്ഞ് അവൻ വെട്ടി കടലിലറിയും. അതുകൊണ്ട് അവന്മാരെല്ലാം പറഞ്ഞ പോലെ കേട്ട് 2 കൈയും മണലിൽ കുത്തി കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. നിരത്തി നിർത്തി 30 എണ്ണത്തിന് ഒരു ഭടനെ വിളിച്ച് കുമ്മായം കലക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞു. അവൻ പോയി കുമ്മായം, ഇന്നല്ലേ മറ്റേ പെയിൻറ്റ്, ഏഷ്യൻ പെയിൻറ്റ്, മറ്റേ എന്തെങ്കിലും ഡെങ്കിൾ ഡൊങ്കോ, പായൽ വരില്ല, പൂപ്പൽ വരില്ല, അങ്ങനെയൊക്കെ ഉള്ള പെയിൻറ്റുകളല്ലേ ഇപ്പോഴുള്ളത്. അന്ന് അതൊന്നുമില്ലല്ലോ, കുമ്മായം മാത്രമല്ലേ ഉള്ളൂ. കുമ്മായം വെച്ചൊരു വട്ടം വരയ്ക്കാൻ പറഞ്ഞ് മൂത്തിൻ്റെ 4 ചുറ്റും. അപ്പോൾ 30 എണ്ണത്തിന് 30 വട്ടം വരച്ച്. അപ്പോഴും മറ്റേ കണ്ണിൽ വയ്ക്കാൻ വെച്ച് നോക്കിയപ്പോൾ കാണാം എത്താറായി. ഉടനെ അവിടെ നിന്ന് കപ്പലിൽ നിന്നവന്മാർ ഇങ്ങോട്ട് നോക്കിയപ്പോൾ കാണാം തള്ളെ 30 ബീരങ്കി നിരത്തി വച്ചേക്കണം. താഴെ ലിവറും ഉണ്ട്. അയ്യോ, ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അമരെ അടിച്ചാൽ നമ്മൾ വെള്ളത്തിൽ കിടന്ന് ചാവും എന്ന് പറഞ്ഞിട്ട് വന്ന പാടെ അവന്മാർ തിരിച്ചു പോയി. അത് കുട്ടമ്പിള്ളേരെ ബുദ്ധിയാണ്. അതാണ് നമ്മളെ തിരുവനന്തപുരം. മനസ്സിലായ?